الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم. أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وبارك على محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين. ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون. إن الله لا يهدي من هو كاذب كفار. സ്നേഹ ബഹുമാനമുള്ള ഈ സൽ സംരംഭത്തിൻ്റെ അധ്യക്ഷൻ, സനദ് ദാനം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഗുരുവര്യൻ CP ഉമർ സുല്ലമി, ഉത്ബോധന സംസാരം നടത്തുന്ന സുഹൃത്ത് ഫൈസൽ നന്മണ്ട, വേദിയിലെ വിശിഷ്ടരായ ഉസ്താദുമാരെ, സംഘാടകരെ, നേതാക്കളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഏറെ വിശിഷ്ടരായ അള്ളാഹുവിങ്കൽ പദവി ഉയർത്തപ്പെട്ട് കിട്ടുന്ന ഇന്ന് സനദ് ഏറ്റുവാങ്ങുന്ന 17 ഹാഫിളുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സന്തോഷത്തോടുകൂടെയാണ് നിങ്ങളുടെ കൂടെ ഞാനും ഈ സമയമായിരിക്കുന്നത്. തീർത്തും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഒരു സംരംഭം, ഈ ഒരു പ്രോഗ്രാം വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കാനിരുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും ആദരിക്കുന്ന, അതിന് മാത്രം ഒരുക്കപ്പെട്ടിട്ടുള്ള, ഒരേ ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള പരിപാടിയാണ്. അള്ളാഹു ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും സിയാദത്തായി നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് അത് പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഹ്ലുല്ലാഹി വ ഖാസ്സതുഹു എന്നാണ്. അള്ളാൻ്റെ ആളുകൾ എന്നാണ് പറഞ്ഞത്. ബൈത്തുല്ലാ എന്ന് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഭവനം എന്ന്. അതുപോലെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ മറ്റൊന്നാണിത്, അള്ളാഹുവിൻ്റെ ആളുകൾ എന്നാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് നമ്മൾ ഒന്നുകൂടെ ആഴത്തിൽ വായിക്കുമ്പോൾ ആ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് സൂചിപ്പിച്ച കാര്യങ്ങൾ നേരത്തെ തൊട്ടു മുമ്പ് സംസാരിച്ച അധ്യക്ഷ ഭാഷണത്തിൽ വന്നു. വഅമില ബിഹി, അത് അമലാക്കുന്ന ആളുകളാണ് എന്നാണ്. ഞാൻ ആമുഖമായി പറയട്ടെ, ഒരുപാട് സമയം സംസാരിക്കാൻ ഞാൻ ഏതായാലും സമയമെടുക്കുന്നില്ല, ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. വഅമില ബിഹി, വിശുദ്ധ ഖുർആനിനെ അമൽ ചെയ്യുന്ന ആളുകൾ എന്നാണ്. അവരാണ് അഹ്ലുൽ ഖുർആൻ അഥവാ ഹഫളത്തുൽ ഖുർആൻ അൽ ആമിലൂന ബിഹി. ഹാഫിൽ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയാറുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. എന്താണ് ഹാഫിൽ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനഃപ്പാഠമാക്കുന്ന ആൾ, ഹൃദിസ്ഥമാക്കുന്ന, കാണാതെ ബൈഹാർട്ട് ചെയ്യുന്ന ആൾ. പക്ഷേ ഈ ബൈഹാർട്ട് എന്ന പദത്തിന് അല്ലെങ്കിൽ ഹൃദിസ്ഥം എന്ന പദത്തിന് ഒരു പ്രായോഗിക തലം കൂടെയുണ്ട്. ഹൃദയത്തോട് ചേർത്ത് വെക്കുക, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി അമലായി മാറും. അമലുകൂടെയായി ആ ഒരു പരസ്പര ബന്ധം വരുമ്പോഴാണ് അത് ഹൃദ്യമാകുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ അമൽ ചെയ്യുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ആളുകൾ എന്നാണ്. ഇപ്പം മനഃപ്പാഠമാക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ഹഫിള എന്ന പദത്തിന് സംരക്ഷിച്ചു എന്ന അർത്ഥമുണ്ട്. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാതെ പഠിക്കുന്നതിനും അതോടൊപ്പം അതിനെ വിഘാതമായി ഒന്നും തൻ്റെ ജീവിതത്തിലൂടെ മറ്റൊരാൾക്കുമില്ലാതെ കാണാൻ സാധിക്കാത്ത വിധം അതിൽ പറഞ്ഞ കാര്യങ്ങളോട് യോജിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹാഫിളാകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കാറുള്ള ഒരുപാട് ഹാഫിളുൽ ഖുർആനായ ആളുകളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ഹാഫിളൽ ഖുർആനി ലസ്ത ബിഹാഫിളിൻ ഹത്താ തകൂന ലിമാ ഹഫിൾത മുതബ്ബിഖൻ. ഖുർആൻ മനഃപ്പാഠമാക്കിയ സഹോദര, ഇപ്പോൾ ഈ 17 പ്രഗത്ഭരായ ബഹുമാന്യരായ ഭാഗ്യവാന്മാരായ സഹോദരങ്ങളോട് ആണ് ഈ ചോദ്യം. അല്ലെങ്കിൽ ഞാൻ ഹിഫ്ള് ചെയ്തുവെങ്കിൽ, അതല്ലെങ്കിൽ ഹിഫ്ള് ചെയ്ത ഉസ്താദുമാരുണ്ടെങ്കിൽ, ഹിഫ്ള് ചെയ്ത രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെയായി ഒരു ചോദ്യമാണ്. യാ ഹാഫിളൽ ഖുർആനി ലസ്ത ബിഹാഫിളിൻ ഹത്താ തകൂന ലിമാ ഹഫിൾത മുതബ്ബിഖൻ. ഖുർആനിനെ അവസാനം വരെ മനഃപ്പാഠമാക്കിയ ഹാഫിൾ, നീ യഥാർത്ഥത്തിൽ ഹാഫിൾ അല്ല. ഹത്താ തകൂന ലിമാ ഹഫിൾത മുതബ്ബിഖൻ, നീ മനഃപ്പാഠമാക്കിയ അധ്യായങ്ങളുടെ ആശയതലങ്ങളെ നിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതുവരെ, അപ്ലൈ ചെയ്യുന്നതുവരെ നീ ഹാഫിൾ അല്ല എന്ന്. ഇപ്പം ഖുർആനിൻ്റെ സംരക്ഷകനായി മാറുക എന്നിടത്തേക്ക് എത്തേണ്ടതുകൊണ്ടാണ് ഈ കലിമ എന്ന സ്ഥാപനം നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ നൽകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു സംരംഭമായി, ഒരു പ്രവർത്തനമായി ഞാൻ അതിനെ കാണും. ഒരു ഹിഫ്ള് സ്ഥാപനത്തിലെ സനദ് ദാനത്തിൽ ഇങ്ങനെ മുഴുവൻ ഹാഫിളുകൾക്കും ഖുർആനിൻ്റെ പരിഭാഷ നൽകിക്കൊണ്ട് അവരെ, നിങ്ങളിനി ഇതിൻ്റെ ആശയവും കൂടെ പഠിച്ച് ജീവിതത്തിലേക്ക് വളർന്നു വരേണ്ടവരാണ്, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് എന്ന സന്ദേശം കൊടുത്തതിനെ ഞാൻ സംഘാടകരോടും അതേപോലെ എല്ലാവരെയും അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുക കൂടെ ചെയ്യാൻ. സ്വാഗതമാണ്. طوبى لمن حفظ الكتاب بصدري فبدا وضيئا كالنجوم تألقا. ആകാശത്ത് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്തു വെച്ച ആളുകൾ കുടുംബത്തിലും സമൂഹത്തിലും ഏറ്റവും നന്മ നിറഞ്ഞ ആളുകളായി തിളങ്ങി നിൽക്കുന്നു. അവർക്ക് തൂബ, മംഗളം എന്ന് പറയാം. وتمثل القرآن في أخلاقه
വഫിആലിഹി ഫബിഹിൽ ഫുആദു തഅല്ലഖാ. അവർ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വചനം അവർക്ക് കാണാതെ അറിയാം. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ വചനം നന്നായി അറിയാം, മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. ഇതിനോട് സാദൃശ്യമായ ഇതേ വിഷയത്തിലെ എത്ര വചനങ്ങളുണ്ട് എന്നൊരു മുസാബക്ക നടത്തിയാൽ അവരത് പ്രകടിപ്പിക്കും. അവരതെല്ലാം കേൾപ്പിക്കാൻ കഴിവുള്ളവരാണ്. അതോടൊപ്പം എങ്കിൽ ഈ ആശയത്തിനെതിരായി അല്ലാഹുവല്ലാത്ത പലതിനെയും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുകയോ ഭയപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നതാണെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ഒരു ഹാഫിളായി മാറുന്നില്ല. ഹാഫിളുൽ ഖുർആൻ എന്നത് സത്യം മാത്രം പറയുക എന്ന വചനം, സത്യം മാത്രം ഖൂലൂ ഖൗലൻ സദീദാ, സത്യം മാത്രമേ പറയാവൂ എന്ന വചനം കാണാതെ പഠിച്ച ഏതധ്യായത്തിലാണ്, എത്രാമത്തെ വചനമാണ്, മുകളിലെ വചനം ഏതാണ്, താഴെ വചനം ഏതാണ്, എല്ലാം പറയാൻ കഴിയുന്ന കുട്ടി ഇത് പാരായണം കഴിഞ്ഞ് വീട്ടിലോ സമൂഹത്തിലോ വിദ്യാലയത്തിലോ ക്യാമ്പസിലോ കളവ് മാത്രം പറഞ്ഞു ശീലിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഹാഫിളാകുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ അതിനെ ചേർത്തു വെക്കുക എന്നതാണ്. അതിലപ്പുറം ഇനി ഇതിനെ നിലനിർത്തുക എന്ന ഒരു കാര്യമുണ്ട്. ഇതോർത്ത് ഇത് പാരായണം ചെയ്ത് കരയുക എന്ന ഒരു ദൗത്യമുണ്ട്. അവിടെയൊക്കെയാണ് അള്ളാഹുവിൽ നമുക്ക് പദവി നൽകപ്പെടുന്നത്. എൻ്റെ 17 കുട്ടികൾ പ്രത്യേകം ശ്രദ്ധയോടെ കാതോർത്ത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഫീ ജുൻഹിൽ ലൈൽ വദ്ദുജ, രാത്രിയുടെ ഇരുട്ടിൽ എഴുന്നേറ്റിരുന്ന് പാരായണം ചെയ്യുന്നവരായിരിക്കും അവർ. വതലാഹു ഫീ ജുൻഹിൽ ലൈൽ ഫീ ജുൻഹി ദുജ മുതദബ്ബിറൻ. എങ്ങനെയാണ് അവർ രാത്രിയിൽ എഴുന്നേറ്റത് പാരായണം ചെയ്യുന്നതെന്നറിയോ? അതിൻ്റെ ആശയത്തെക്കുറിച്ച് ഉറ്റാലോചന നടത്തിക്കൊണ്ട് ആകാശത്തെ ഉയർത്തിയതിനെ കുറിച്ച് പറയാ. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ എന്ന ആയത്ത് രാത്രിയിൽ പാരായണം ചെയ്യുന്ന കുട്ടി ഏഴാകാശങ്ങളെക്കുറിച്ചും തൂണുകൾ ഏതും കാണത്തക്ക വിധമില്ലാതെ ഇതിനെ മേൽപ്പുരയായി പടുത്തുയർത്തപ്പെട്ടതിനെ സംബന്ധിച്ചും അവൻ്റെ പഠനത്തിലൂടെ അവൻ ചിന്തിക്കും. അവൻ ഏതു മേഖലയിൽ പഠിക്കുന്നവനായിരുന്നാലും ആ ഒരു വളർച്ചയിലേക്ക്, ഖുർആനിലൂടെയുള്ള വളർച്ചയിലേക്ക് അവനെത്തും. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ അവൻ്റെ കവിൾത്തടങ്ങളിലൂടെ ഇറ്റി വീഴും. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ എന്ന് മദ് ലാസിം സിത്ത് ഹറക്കാത്തും ഉന്ന ഹറക്കത്തൈനിയും ഒക്കെ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ആ ഇടതൂർന്ന പച്ചപ്പിനാൽ നിൽക്കുന്ന ആ സ്വർഗത്തോപ്പുകളെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും റബ്ബേ, എൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കാരണം എനിക്കത് കിട്ടാതെ പോകുമോ എന്ന് അവൻ സങ്കടപ്പെടുകയും പ്രതീക്ഷയും ഭയവും വെച്ച് അവൻ ദുആ നിരതനാവുകയും ചെയ്യുമെന്ന രാത്രിയുടെ ഇരുട്ടുകളിൽ. അങ്ങനെ ആകാൻ കൂടെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഖുർആനിൻ്റെ ആളുകൾ ആയി മാറുന്നത് എന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഖുർആനിനെ ശ്രദ്ധിച്ച് കേൾക്കുക. നീ ഹാഫിളാണ് എന്ന പേരുകൊണ്ട് മാത്രം എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്താ അറിയോ? നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ അധ്യക്ഷ ഭാഷണത്തിലും സ്വാഗത ഭാഷണത്തിലും സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതത്തിൽ ഇഹപര ലോകത്ത് നാം നേരിട്ടേക്കാവുന്ന, അതല്ലെങ്കിൽ നമ്മുടെ നേരെ വരുന്ന, നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏതൊരു സന്ദർഭങ്ങളെയും മറികടക്കുവാനുള്ള മാനസികമായ കരുത്ത് നൽകപ്പെടുന്നത് വിശുദ്ധ ഖുർആനിലൂടെയുള്ള ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യാ ഉമ്മത്തിൽ ഖുർആനു ഹബ്ലു നജാതിനാ ഫതമസ്സകി ബിഉറാഹു കൈലാ നഗ്റഖാ. ഉമ്മത്തി, എൻ്റെ സമൂഹമേ, അൽ ഖുർആൻ
ഖുർആനു ഹബ്ലു നജാതിന, നമ്മുടെ ജീവിതത്തിൻ്റെ നമുക്കാകെയുള്ള ഒരു പിടിക്കയർ, പിടിവള്ളി അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. ആ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, മുങ്ങിപ്പോകാതിരിക്കാൻ, അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ. വൽ തജ്മഇ ഹൗലൽ കിതാബി ശതാതനാ ഹത്താ നുസീല തനാഹുറൻ വതഫറുഖാ. ഭിന്നിപ്പുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ ഖുർആനിക ആശയത്തിലേക്ക് എല്ലാവരെയും തിരിച്ചിരുത്താൻ നമുക്ക് സാധിക്കണം എന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിനെ ജീവിതത്തോട് ചേർത്തു വെക്കാൻ സാധിക്കുമ്പോഴാണ് ഖുർആൻ മനഃപ്പാഠമാക്കിയെങ്കിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹാഫിളായി മാറുന്നത് എന്ന സന്ദേശം മാത്രമാണ് ഈ സമയത്ത്, ചുരുങ്ങിയ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. തജ്വീദോടുകൂടെ പാരായണം ചെയ്യണം. ഞാൻ നേരത്തെ നിങ്ങളുടെ പാരായണം കേട്ടു. എല്ലാ ആളുകളും 76-ാം അധ്യായം സൂറ അൽ ഇൻസാൻ പാരായണം ചെയ്തു. ഗംഭീരമായിട്ടുണ്ട്, അൽഹംദുലില്ലാ. നേരത്തെ യാത്ര ചെയ്തു വരുമ്പോൾ ലൈവായി നിങ്ങളുടെ മുസാബക്കയുടെ ഒരു ഭാഗം കേൾക്കാൻ കഴിഞ്ഞു. നന്നായി സൂറത്ത് നൂറിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ കണ്ടു. അവിടെയൊക്കെ കൃത്യമായി ആൻസർ നൽകുന്നത് കണ്ടു. വളരെ സന്തോഷം. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ സംരക്ഷിക്കാൻ കഴിയുന്ന, ഞാൻ പറയാം, ഒരു കാലത്ത് നമ്മുടെ പ്രിന്റഡ് കോപ്പികളെല്ലാം നശിച്ചുപോയി എന്ന് കരുതുക, അല്ല നശിപ്പിക്കപ്പെട്ടു എന്ന് കരുതുക. നമുക്ക് വിശുദ്ധ ഖുർആനിനെ വീണ്ടും ഒന്ന് എഴുതാൻ അവസരമുണ്ടായി എന്ന് കരുതുക. പ്രസ്സിലേക്ക് ഈ 17 പേരെ വിളിച്ചു വരുത്തിയിട്ട് 17 പേരോടും നിങ്ങൾ ഖുർആനിനെ മുഴുവനായി ഒന്ന് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുമോ? ഞാൻ അക്ഷരത്തെറ്റില്ലാതെ, അക്ഷരത്തെറ്റൊരു പക്ഷേ ഇല്ലാതെ എഴുതിയേക്കാം, ഹറക്കത്തുകളിൽ മാറ്റമില്ലാതെ 30 ജുസും ഞാൻ എഴുതുമെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കുകയും, നിങ്ങളിപ്പോൾ കേവലം ഹിഫ്ള് പൂർത്തിയായതേയുള്ളൂ, ഇനി അങ്ങോട്ട് ഓരോ സൂറത്തുകളുടെയും ഓരോ വചനങ്ങളുടെയും അവസാന ഹറക്കത്തുകൾ എന്താണ്, ഇഅ്റാബുകളെ കുറിച്ചുള്ള ധാരണ കൂടെ നേടിയെടുക്കുന്നവരായി വളരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏറ്റവും സിമ്പിളായൊരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ യഥാർത്ഥത്തിൽ റഹീം എന്നത് അവസാനിക്കുന്നത് എവിടെയാ? ഉറക്കെ നിങ്ങൾക്ക് എഴുന്നേറ്റ് പറയാം, അല്ലെങ്കിൽ കൈ ഉയർത്തി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാ കറക്റ്റ്? ഏതാ ശരി? പറയൂ. ഹഫ്ളുകൾക്കും പറയാം, അല്ലാത്തവർക്കും പറയാം. ഏതായിരിക്കും? റഹീ മീ മാ മു മീ. ഗുഡ്. എന്നാൽ നെക്സ്റ്റ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നു ചെറിയൊരു പ്രയാസം വന്നു അല്ലേ? നു നാ നീ നീ നു നീ ല നീ അല്ല. ഹാഫിളുകൾ പറയട്ടെ, അവർ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അർറഹ്മാനിർ റഹീം മാമു മി മാലികി യൗമിദ്ദീൻ. ഞാൻ പറഞ്ഞത് തെറ്റ്. നീ ഓക്കെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ചെറിയൊരു പ്രശ്നം. ഏതാ? നോ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മീമു മീമു. ഏതാ ശരി? രണ്ടും അല്ല. മാ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഓക്കെ, കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ചെറിയ സൂറത്തുകളെങ്കിലും പഠിച്ചു വെക്കണം. നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ ഒരു പ്രിന്റഡ് കോപ്പി ഒന്നുമില്ല, ഒരു സൂറത്ത് എഴുതാൻ പറഞ്ഞാൽ തെറ്റിപ്പോവരുത്. അതുകൊണ്ട് അവിടെയാണ് സംരക്ഷണം. പല സ്ഥലത്തും ഇപ്പോൾ ഒരു സ്റ്റേറ്റ് മത്സരത്തിൽ ഒരു കുട്ടിയോട് സൂറത്തു നൂറിലെ അല്ലാഹു നൂറു സമാവാത്തി എന്ന വചനം ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയാണ്, നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിയാണ്. പ്രഖ്യാപനം നടന്നിട്ടില്ല, മത്സരം കഴിഞ്ഞു. ഇനി ഒരു ചോദ്യം പുറത്തു നിന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് കുട്ടിയോട് ചോദിച്ചു. ഈ വചനത്തിലെ അവിടെ പറഞ്ഞില്ലേ, വലൗലം തംസസ്ഹുനാർ നൂറുൻ അലാ നൂർ. അവിടെ വഖഫ് ചെയ്താ ഓതിയത്, വലൗലം തംസസ്ഹുനാർ. കുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു, മോനെ അവിടെ വഖഫ് ചെയ്യാതെ ഓതൂ. അപ്പോൾ വലൗലം തംസസ്ഹുനാറുൻ റിൻ
റൻ അല്ല എന്ന് ഉറപ്പാ. കാരണം റൻ ആണെ നിർത്തുക നാറാന്നാണല്ലോ. അപ്പം നാർ എന്ന് നിർത്തിയത് കൊണ്ട് ഒന്നുകിലും നൂർ റുൻ ആണ്, അല്ല റീൻ ആണ്. ഏതാ ശരി? ഏതാ ശരി? വലൗലം തംസസ്ഹു നാരിൻ ഓർ റുൻ? കൺഫ്യൂസ്. യെസ്, നാറുൻ. ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് ഇട്ട് തന്നു എന്നേ ഉള്ളൂ. അങ്ങനെ വിശുദ്ധ ഖുർആനിനെ ഹിഫ്ള് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പടി കൂടെ ഉയരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ, കയറി നിൽക്കാൻ ശ്രദ്ധ വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രഗത്ഭമായ വാക്കുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് 4ാമത് സനദ് ദാനം 7ാമത് വാർഷികാഘോഷ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.